വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പാലാ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂൾ ബാറിനെയാണ്. ബാബൂസ് കൂൾ ബാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കടയിലെ വട്ട് സോഡ ഉപയോഗിച്ച് കഴിഞ്ഞ 36 വർഷമായിട്ട് നാരങ്ങാവെള്ളം കൊടുക്കുന്നു എന്നാണ് പ്രത്യേകം. നിരവധി ആൾക്കാരാണ് ഇത് ഇവിടെ കുടിക്കാനായിട്ട് എത്തുന്നത്. ഈ കട നടത്തുന്ന ബാബു എന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന കടയാണ്. 36 വർഷം മുമ്പ് അദ്ദേഹം ഈ കട ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ഇപ്പം നടത്തുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള സോഡ, അതായത് വട്ട് സോഡ സ്വയം നിർമ്മിച്ച് ആണ് ഇവിടെ നാരങ്ങാവെള്ളം കൊടുക്കുന്നത്. ശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച് വളരെ ഹൈജീനിക്കായിട്ടാണ് ഇവിടെ സോഡ നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഐസ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഐസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ മിതമായ രീതിയിൽ ഇവിടെ നാരങ്ങാവെള്ളം കിട്ടുന്ന, മിതമായ വിലയിൽ നാരങ്ങാവെള്ളം കിട്ടുന്ന ഒരിടമാണിത്. നോക്കിയാൽ കാണാം ആ സോഡ പൊട്ടിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടോ. ഒരു കാലത്ത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒന്നാണ് വട്ട് സോഡ. ഇപ്പം നമുക്ക് കാണാനില്ല. എന്നാൽ ബാബുജാൻ്റെ കയ്യിൽ ധാരാളം കുപ്പികൾ, 1500 കുപ്പികൾ അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നാരങ്ങാവെള്ളം കുടിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിർമ്മിക്കുന്ന മിഷ്യൻ ബാബുജാൻ്റെ കടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഇവിടെ മിഷ്യൻ. ശുദ്ധീകരിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് സോഡ നിർമ്മിക്കുന്നത്. ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള സോഡ ഇപ്പോഴും പഴയ രീതിയിൽ ഇവിടെ സോഡ നിർമ്മിച്ചു. പഴയ രീതിയിൽ കുപ്പികൾ ഇങ്ങനെ പാലാ പെട്ടിക്കകത്ത് ഇങ്ങനെ ലൈബ്രറി ജംഗ്ഷന് സമീപമുള്ള ബാബുജാൻ്റെ കടയിൽ നിന്നാണ് പഴയകാല വട്ട് സോഡ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്ക് കാണിച്ചു തരികയാണ്. ശുദ്ധമായിട്ടുള്ള ജലം ആദ്യമേ ഇതിൽ നിറയ്ക്കുന്നു. ഇത് 3 എണ്ണം ഉണ്ടാക്കുന്ന മിഷ്യനാണ്. ബോട്ടിലുകൾ അതിനകത്ത് വെച്ച് നല്ലവണ്ണം ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഗ്യാസ് ഓപ്പൺ ചെയ്തു 3 പ്രാവശ്യം കറക്കി കഴിഞ്ഞാൽ സോഡ റെഡിയാണ്. അങ്ങനെ സോഡ 3 എണ്ണം റെഡിയായി കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം അടുത്ത 3 എണ്ണോട് ആ മെഷീനിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തു. വീണ്ടും 3 കറക്ക്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ 3 സോഡയും റെഡിയായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ അതിൽ ഗ്യാസ് എങ്ങനെയാണ് ചെല്ലുന്നതെന്നുള്ള കാണിക്കും. ഇപ്പോൾ ഉണ്ടോ ഗ്യാസ് സോഡ കുടിക്കാനായിട്ട് നിരവധി ആൾക്കാരാണ് വരുന്നത്. ഫുൾ ചാർജ് സ്ഥിരമായിട്ട് കുടിക്കാറുണ്ടോ? വണ്ടികൾ ഓരോന്നും നിരനിരയായിട്ട് കിടക്കുന്നു. ഇതാണ് ബാബുജാൻ. മൂത്തയേട്ടനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പുള്ളി എനിക്ക് വിറ്റ് വന്നതാണ്. അതിനുശേഷം ഞാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഡയ്ക്ക് നല്ല കൽച്ചർ വെള്ളം, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം, ഐസൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. ശുദ്ധമായ ഐസാണ്. ഞാൻ ഇതുകൊണ്ടാണ് സോഡ അടയ്ക്കുന്നതും ഉണ്ടാക്കുന്നത്. നല്ല ഡിമാൻഡാണ്. പിന്നെ ഇതിനകത്ത് സോഡയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഇഞ്ചിയാണ് ഇതിനകത്ത് മെയിനായിട്ട്. പിന്നെ ഇഞ്ചി, കാന്താരി, പിന്നെ ഇതിനകത്ത് വേറെ കുട്ടികളൊക്കെയാണ്. അതെല്ലാം കൂടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായമാണ്. ആരും മോശമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മാത്രം മതി. വീണ്ടും കുടിക്കുന്നത് വന്നേരം വീണ്ടും കുടിച്ചോണ്ടിരിക്കുന്നത്. ഇത് എത്ര വർഷമായിട്ടുണ്ട്? 35 വർഷമായിട്ട് ഈ കടഞ്ഞ 35 വർഷമായിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഇഞ്ചി സോഡ നാരങ്ങ വെള്ളം
മധുരം ഇട്ട്, ഇഞ്ചി സോഡ ആണെങ്കിൽ ഉപ്പിട്ട്, പിന്നെ സോഡ നാരങ്ങയോളം മധുരം, സാധാരണ രീതിയിലുള്ള, പിന്നെ സോഡ നാരങ്ങയോളം ഉപ്പിട്ട്, ഇങ്ങനെ 4 ഐറ്റമാണുള്ളത്. പിന്നെ സ്പെഷ്യലായിട്ട് ഫുൾ ജാർ സോഡയുണ്ട്. പണ്ടത്തെ രീതിയിലുള്ള ഗ്ലാസ്സിട്ടുള്ളതെന്നല്ല, ഇത് മുഴുവൻ കുടിക്കാൻ സാധിക്കും. അത് നല്ല എനിക്ക് നല്ല അഭിപ്രായമാണ്. പണ്ടത്തെ ഫുൾ ജാർ എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു പോകുമായിരുന്നു. എൻ്റെ അങ്ങനെ പറഞ്ഞ് പുറത്തോട്ട് കിട്ടുന്ന മുഴുവൻ കുടിക്കാൻ സാധിക്കും. അതാണ് എല്ലാവർക്കും നല്ല തൃപ്തിയാണ്. ഒന്ന് ട്രെയിൻ നോക്കുക. തീർച്ചയായിട്ടും ഇതിലെ വരുന്നവർ ഈ കടയിൽ കയറി നാരങ്ങാവെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ദാഹം അകറ്റാനായിട്ട് സാധിക്കും. ഇവിടെ വട്ടുസോഡ മാത്രമായിട്ട് കുടിക്കാൻ വരുന്നവരും ഉണ്ട്. അദ്ദേഹം വട്ടുസോഡ മാത്രം കുടിക്കാൻ വേണ്ടി വന്നതാണ്.